പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയ ദൈവജനമേ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കട്ടെ. ഈ പ്രത്യാശാ വചനങ്ങൾക്ക് കാതോർക്കുന്ന മാറാനാത്ത ധ്യാനകേന്ദ്രത്തിൻ്റെ വചന കേൾവിക്കാരും ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഇപ്പം തന്നെ ഈ വചനത്തിൻ്റെ കേൾവിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരെയെല്ലാം പ്രേരിപ്പിക്കുന്നുവോ ആ എല്ലാവർക്കും അല്പസമയത്തെ ചിന്തയ്ക്കായും ധ്യാനത്തിനായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം. നമ്മൾ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്ന വേദഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലും ഞങ്ങളുടെ ഭൗതികമായിട്ടുള്ള എല്ലാ മേഖലകളിലും അവിടുത്തെ ശക്തമായ ഇടപെടലുണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ കാതുകൾക്കും അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിക്കുന്ന കൃപാവരം ധാരാളമായി ചൊരിയണമേ. വചനം പ്രസംഗിക്കുന്ന ബലഹീനനായ എൻ്റെ അധരങ്ങൾക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള കൃപ നൽകണമേ. വചനം കേൾക്കുന്ന എല്ലാവർക്കും സൗഖ്യവും സമാധാനവും പരിശുദ്ധാത്മാ കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ തക്കോണം കൃപ ചൊരിയണമേ. വചനത്തെ അനുസരിച്ച് ദൈവത്തിന് പ്രീതികരമായി തീർന്ന പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിശുദ്ധന്മാരെ, സഹോദരന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവരിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചുകൊണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പെന്തക്കോസ്ത പെരുന്നാളിനോട് സമീപിക്കുന്നു. പെന്തക്കോസ്ത പെരുന്നാളിന് അഭിഷേകത്താൽ നിറയുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളായി പരിശുദ്ധ സഭ നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ക്രമീകരിച്ചിരിക്കുന്ന നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനും മാമോദീസായിലൂടെ നമ്മൾ നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനത്തിനും അതിൻ്റെ തീവ്രമായ ശക്തിക്കും നമ്മൾ വിധേയരാകുവാനും അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളായി ലോകമെങ്ങും പോകുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയും ധ്യാനിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ കൂടുന്നത്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിലും സഭയുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. പ്രാർത്ഥനയോടെ, വലിയ ശക്തിയോടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. രണ്ടുപേരി നമുക്കിങ്ങനെ പാടാം. ദൈവാരൂപിയേ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരും, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടും. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ സാധ്യമായെന്നും ഈ സമൂഹത്തിൽ
ദൈവരാജ്യം വളർന്നിടാൻ സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു മരിച്ച് എഴുന്നേറ്റതിന് ശേഷം 40 ദിവസത്തിനുള്ളിൽ ശിഷ്യന്മാർക്ക് പല പ്രാവശ്യവും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുകയും അവരെ ഒരുമിച്ച് കൂട്ടി അവർ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നെല്ലാം അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കും. 40-ാം ദിവസം യേശു സ്വർഗത്തിലേക്ക് കയറിയതിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധ അമ്മയോടുകൂടി ഏകദേശം 120ഓളം അടങ്ങുന്ന ഒരു സംഘം ജെറുസലേമിൽ സിഹിയോന്മാളിൽ പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. നമ്മളും ഈ ദിവസങ്ങളിൽ സഭാ കണക്കനുസരിച്ച്, സഭയുടെ പാരമ്പര്യമനുസരിച്ച് സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പെന്തക്കോസ്തി വരെ നമ്മൾ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഇരിക്കാൻ വേണ്ടി സഭ ആഹ്വാനം ചെയ്യുന്നു, കൽപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ജാഗരിക്കേണ്ടത്, പരിശുദ്ധാത്മാവിന് വേണ്ടി എങ്ങനെയാണ് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്. യേശു അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് അങ്ങനെ മനസ്സിലാകുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അത് മനസ്സിലാകും. അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പ്രിയമുള്ളവരെ, അങ്ങനൊരു കർശന നിയന്ത്രണം അവരോട് പറയുവാനുള്ള കാരണം നമുക്ക് മനസ്സിലാകും. കാരണം യേശുക്രിസ്തു 3.5 വർഷക്കാലം അവരോടൊത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അവർ വളരെയേറെ സന്തോഷത്തിലായിരുന്നു. അവർക്കൊന്നിനെയും ഭയമുണ്ടായിരുന്നില്ല, അവർക്ക് ആകുലതയുണ്ടായിരുന്നില്ല, ഉത്കണ്ഠയുണ്ടായിരുന്നില്ല. എല്ലാ വിധത്തിലും അവർക്ക് ശക്തനും എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കുന്നവനുമാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ യേശു യഹൂദന്മാരാൽ പിടിക്കപ്പെട്ട് പാടുപീഡകളേറ്റ് കാൽവരി ക്രൂശിൽ തൂക്കപ്പെട്ട് മരിച്ചു. ശേഷം ശിഷ്യന്മാരുടെ ഇടയിൽ അന്നത്തെ രാത്രി മുതൽ, ഗത്സമേനയിലെ ആ പ്രാർത്ഥനയുടെ രാത്രി മുതൽ ശിഷ്യന്മാരാകെ ആകുലരായി, അസ്വസ്ഥരായി, ഭയചകിതരായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതും. അങ്ങനെ യേശു അവർക്ക് ആദ്യം 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും അവർക്ക് യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ ഭാവി എന്താ എന്നുള്ളത് അവർക്ക് അപ്പോഴും ബോധ്യം വന്നില്ല. തങ്ങളുടെ ഭാവി എന്താണ് എന്ന് ബോധ്യം വരാതിരിക്കുമ്പോൾ തന്നെയും അവരെ ഉത്കണ്ഠ പിടികൂടി. നാളത്തേക്കുള്ള ജീവിത രീതികളെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചൊക്കെ അവർ ആകുലരായി. അങ്ങനെ അവർ മീൻ പിടിക്കാൻ പോവുകയാണ്. അവിടെയാണ് യേശു അവർക്ക് തിബേരിയസ് കടൽ തീരത്ത് വെച്ച് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് വിളിച്ചുകൊണ്ടുവരുന്നത്. യേശുവില്ലാതെ അവരെ പ്രവർത്തിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. എന്നാൽ യേശു പടകിൻ്റെ വലതുവശത്ത് വലയിറക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് ധാരാളം കിട്ടി, വലിയ മത്സ്യങ്ങൾ കിട്ടി. ഇതൊക്കെ നമുക്ക് സുപരിചിതമായ വചനങ്ങളാണ്, നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്നതുമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ ശക്തി വരുന്നതുവരെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്
വാഗ്ദാനം കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ ഇവരാരെങ്കിലും ഇതിൻ്റെ ഇടയിൽ അസ്വസ്ഥരായി എഴുന്നേറ്റ് പോയാൽ, അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് അവർ മുന്നോട്ട് പോയാൽ അവർക്ക് ഈ ശിക്ഷ സമൂഹത്തിൽ പങ്കില്ല എന്നുള്ളത് കൊണ്ടാണ് യേശു അങ്ങനെ ഒരു കർശന നിയന്ത്രണം വെച്ചിരിക്കുന്നത്. നമുക്കാണെങ്കിൽ അറിയാം, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് കാലത്തൊക്കെ കോഴിയെ മുട്ട വെച്ച്, തള്ളക്കോഴി അടയ വെച്ച് മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുമായിരുന്നു. കോഴിക്കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ കോഴി മുട്ടയ്ക്ക് അടയിരിക്കുമ്പോൾ ചില കോഴികൾ സ്വസ്ഥമായിരിക്കാതെ എഴുന്നേറ്റ് പോകും. അതൊരു ദീർഘ പ്രക്രിയയാണല്ലോ. സ്വസ്ഥമായി ഇരിക്കാതെ കോഴി എഴുന്നേറ്റ് പോകുമ്പോൾ വീട്ടുകാർ കോഴിയെ വഴക്കൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കോഴിക്കിപ്പോൾ വഴക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടാണോ ഇല്ലെന്ന് അറിയില്ല. കോഴീനെ വഴക്ക് പറയും, കോഴി പോകുന്നിടത്ത് പോയി കോഴിനെ പിടിച്ചു കൊണ്ടുവന്ന് വീണ്ടും വരുത്തും, പിന്നെയും കോഴി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ മുട്ട വിരിയുക എന്നുള്ള ആ ഒരു അവസ്ഥ പലപ്പോഴും ആ വീട്ടുടമസ്ഥന് വേണ്ട രീതിയിൽ ഫലം കിട്ടാറില്ല. അപ്പോൾ ഇവിടെ ശിഷ്യന്മാർ ഇതുപോലെ കുറച്ച് പേര് എഴുന്നേറ്റ് പോയി, ചിലർ 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടായ്മകളൊക്കെ കാണുന്നത്. ചിലർ ഇരിക്കില്ല, ചിലർ ഇരിക്കുന്നു, ചിലരെന്തെങ്കിലുമൊക്കെ പണിക്ക് പോകുന്നു, ചിലർ പണി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു. ഒരു ധ്യാനം തന്നെ ക്രമീകരിച്ചാൽ ആദ്യം ചോദിക്കുന്നത് താമസിക്കണോ, പോയി വരാൻ പാടില്ലേ എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായി മണിക്കൂറുകൾ ഇരിക്കാൻ ആർക്കും സമയമില്ല, താല്പര്യമില്ല. അങ്ങനെ ഇരിക്കാനൊട്ട് ശരീരം സമ്മതിക്കുകയില്ല, മനസ്സും സമ്മതിക്കില്ല. അതുകൊണ്ട് യേശു ഇവർക്ക് കർശനമായൊരു നിയന്ത്രണം കൊടുക്കുകയാണ്. ഈ വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കാൻ സ്വസ്ഥമായി ഇരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ വചനം മനസ്സിലാകണമെങ്കിൽ, ഈ വചനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് സ്വസ്ഥമായി കേൾക്കാനിടയാകണം, സ്വസ്ഥമായി ഇരിക്കണം. 10 ദിവസത്തിൻ്റെ 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് യേശുവിനോട് കൂടെ ഇരിക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണമായ ഗുണം കിട്ടുകയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-18 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. യേശു കൂടെ ഇല്ലാതെ ആയപ്പോഴാണല്ലോ അവർക്ക് മീൻ പിടിക്കാനൊക്കെ പോകാൻ തോന്നിയത്. യേശു ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞപ്പോൾ തത്സമയം വള്ളവും വലയൊക്കെ ഉപേക്ഷിച്ച് പോന്ന വ്യക്തികളായിരുന്നു അവർ. സെബദി മക്കളാണെങ്കിൽ അവരുടെ വഞ്ചി ഉപേക്ഷിച്ചോ, മീൻപിടുത്തം ഉപേക്ഷിച്ചോ, അവരുടെ പിതാവിനെ പോലും തനിയാക്കിയിട്ട് അവർ വന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് യേശു അവരുടെ കൂടെ ഇല്ല, അവരെ നയിക്കാൻ ഒരു നേതൃത്വമില്ല എന്നൊക്കെ അവർക്ക് തോന്നുന്നു. ആ സമയത്താണ് അവരുടെ ചഞ്ചലിപ്പ്. ഈ പറഞ്ഞ വചനമൊന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും എന്ന് പറയുകയാണ്. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. അപ്പൊ ലോകപ്രകാരം ലൗകിക മോഹങ്ങളിൽ ജീവിക്കുന്നവർക്കൊന്നും ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. തിരിച്ചറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു പോകുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും പോകുന്നില്ല എങ്കിൽ സഹായകൻ വരില്ല എന്നും പറയുന്നു. അത് പോയി കഴിഞ്ഞാൽ സഹായകൻ വരും. അപ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകുകയാണ്. യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തും. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്.
സഹായകൻ എന്ന് പറയുമ്പോൾ ചില മതങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ അല്ല, അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് പൂർണ്ണ ആളത്വം കൊടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പേരാണ് പാറകലീത്ത അല്ലെങ്കിൽ റൂഹ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്, ദൈവത്തിൽ നിന്നാണ്, പുത്രനിലൂടെയാണ് നൽകപ്പെടുന്നത്. അപ്പോൾ പുത്രനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തു നൽകുന്ന രക്ഷ അനുഭവിച്ച് ആ രക്ഷയുടെ അനുഭവം സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷകനെന്ന ആദ്യമായി സ്വീകരിക്കുമ്പോൾ മാത്രമേ ഈ പരിശുദ്ധാത്മാവിന് നൽകുകയുള്ളൂ. യേശുവിനെ സ്വീകരിക്കാത്തവർക്ക് ഈ ആത്മാവിനെ ലഭിക്കില്ല. യേശുവിനെ സ്വീകരിക്കുന്നവർ യേശുവിലൂടെയാണ് ഈ ആത്മാവിനെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇത് ദൈവം തന്നെയാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് ബൈബിൾ പറയുന്നത് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ അനന്യാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യ സഫീറയുമൊത്ത് ദൈവിക കൂട്ടായ്മയായ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയായ ക്രൈസ്തവ സമൂഹത്തിൽ, അന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ ചേരാൻ ആഗ്രഹിച്ചു. ആ സമൂഹത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായവും 4-ാം അധ്യായവും വായിക്കുമ്പോൾ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: അവർ ഒന്നും അവരുടെ സ്വന്തം എന്ന് അവകാശപ്പെട്ടില്ല, അവരെല്ലാം പൊതുവക എന്ന് എണ്ണി. വലിയ സ്വത്തും സമ്പത്തുകളൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ദൈവസന്നിധിയിൽ തുല്യരാണെന്ന് എണ്ണുവാൻ വേണ്ടി ആദ്യം അവർ ചെയ്തത് അവരുടെ സമ്പത്തൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുക ചെയ്തത്. അപ്പോൾ സമ്പത്തിന്മേലുള്ള പാപങ്ങളും സമ്പത്തിന്മേലുള്ള തിന്മകൾ, ശാപങ്ങളൊക്കെ നീക്കിക്കളയാൻ വേണ്ടി തന്നെയല്ല, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, സാമ്പത്തികമായി ദുരിതമനുഭവിക്കുന്നവർക്കൊക്കെ ദൈവശാപമാണെന്നുള്ള ആ ചിന്ത മാറ്റുന്നതിനു വേണ്ടി സഹോദരങ്ങൾ പങ്കുവെക്കുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. ഈ കാലഘട്ടത്തിലും ധാരാളം ആളുകൾ അങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ സമ്പത്ത് പങ്കുവെക്കുന്നു. ഈ പ്രത്യാശഭവൻ തന്നെ കഴിഞ്ഞ 29 വർഷമായിട്ട് നടന്നു പോകുന്നു. ഇവിടെ താമസിക്കുന്ന 60ഓളം മാനസിക രോഗികളും അവരെ ശുശ്രൂഷിക്കുന്ന 15ഓളം വരുന്ന സ്റ്റാഫ്, അവരുടെ ശമ്പളങ്ങൾ, അവരുടെ മരുന്ന്, ഭക്ഷണം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും, ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നതെല്ലാം ക്രൈസ്തവരായിട്ടുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളുടെ പങ്കുവെക്കലിൽ നിന്നാണ്. ഇതൊരു ദൈവിക കാര്യമാണെന്നും ഇതൊരു പുണ്യപ്രവൃത്തിയാണെന്നും ചിന്തിച്ചുകൊണ്ട് ദരിദ്രനുമായി തങ്ങളുടെ സമ്പത്ത് പങ്കുവെക്കുന്നതിൻ്റെ ദർശനമാണ്, അടയാളമാണ് ഈ പ്രത്യാശഭവൻ ഇത്രയും വർഷമായിട്ട് നടന്നു പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ ഈ അനന്യാസും സഫീറായി നല്ലൊരു തീരുമാനമെടുത്തു. ഈ ക്രൈസ്തവ സമൂഹത്തിൽ ചേരണം. ക്രൈസ്തവ സമൂഹത്തിൽ ചേരണമെങ്കിൽ അന്നത്തെ അവിടുത്തെ രീതി അനുസരിച്ച് എല്ലാം വിറ്റ് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഇവരെ തീരുമാനിച്ചു തങ്ങളുടെ പറമ്പെല്ലാം വിൽക്കാം. അങ്ങനെയെല്ലാം വിറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അവർക്കൊരു സംശയം തോന്നി. എല്ലാം വിറ്റ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ ബാക്കി നമ്മൾ എന്താ പറയുന്നത്, ഒന്നും ബാക്കി വെക്കാതെ എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടാലോ, നമ്മൾ തോറ്റുപോയാലോ എന്ന ചിന്ത കൊണ്ടായിരിക്കാം അവർ രണ്ടുപേരും കൂടി ഒത്തിട്ട് വിലയുടെ ഒരു ഭാഗം മാറ്റിവെച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം, വിലയുടെ ഒരു ഭാഗം മാറ്റിവെച്ചു. ഇന്നത്തെ ക്രിസ്ത്യാനികളാണെങ്കിൽ വിലയുടെ അവർക്ക് എന്ത് കിട്ടുന്നതിൻ്റെയും ഒരു എന്താ പറയുന്നത് 10-1 കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും സാധിക്കാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യഹൂദന്മാരുടെ കണക്കനുസരിച്ചാണ് 10-1 എന്ന് പറയുന്നത്. പക്ഷെ ആ 10-1 പറഞ്ഞിട്ട് പോലും ക്രിസ്ത്യാനികൾ, കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടിയിട്ടുള്ള ചില ആളുകൾ മാത്രം അത് കൃത്യമായി ചെയ്യുന്നു. അല്ലാത്തവരൊന്നും അത് ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. കാരണം അവർ പൈസയിലേക്ക് നോക്കുമ്പോൾ വലിയ പ്രതിസന്ധി അവർ നേരിടുകയാണ്. അവരെത്ര ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലും, എത്ര ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും, എത്ര പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാലും അവരുടെ മനസ്സിൽ ആ പങ്കുവെക്കുന്ന സ്നേഹം പലരുടെയും മനസ്സിൽ രൂപപ്പെട്ടിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ഇവിടെ അങ്ങനെയല്ല. അന്യാസും സഫീറായും സമ്പത്തിൻ്റെ ഒരു ഭാഗം മാത്രം കയ്യിൽ വെച്ചു, ബാക്കിയുള്ളതെല്ലാം അപ്പോസ്തലന്മാരുടെ കൈ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹ ചോദിക്കുന്ന ചോദ്യമാണ്,
പത്രോസ് ചോദിക്കുന്ന ചോദ്യമാണ്, അനന്യാസേ, ഞാൻ 5:3 വായിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? നീ വ്യാജം പറയുന്നത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ഹല്ലേലൂയ. ആദ്യം പത്രോസ്ലീഹ പറയുന്നു, നീ വഞ്ചിച്ചത്, നീ വഞ്ചന കാണിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. രണ്ടാമത് പറയുന്നു, നീ കള്ളം പറഞ്ഞത്, വ്യാജം പറഞ്ഞത് ദൈവത്തോടാണ്. അപ്പോൾ ഒന്നാമത്തെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവർ ആരംഭിച്ച ശുശ്രൂഷയുടെ, അവരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിച്ച് നയിച്ച ശുശ്രൂഷയിലൂടെ അവർ ആദ്യം തന്നെ പറഞ്ഞു, ഇത് ദൈവമാണ്. സഭയും അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. തൃത്വത്തെ മൂന്നാമത്തെ ആളെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ആള് ഒന്നിനും കുറവില്ലാത്തവനാണ്. നമ്മളിങ്ങനെ പെന്തക്കോസ്തേ ശുശ്രൂഷയിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പ്രിമിയോൻ വായിക്കുമ്പോൾ അങ്ങനെയാണ്, അവൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഏക സ്വഭാവത്തോടും ഏക അധികാരത്തോടും ഏക മനസ്സോടും കൂടിയ സത്യദൈവമാകുന്നു. ക്നൂമ കൂടാതെ അവനൊരു നാമമില്ല. ഒരു ക്നൂമ മറ്റൊരു ക്നൂമായേക്കാൾ ചെറുതോ പ്രായം കൂടിയതോ അല്ല. വലിപ്പത്തിലോ ചെറുപ്പത്തിലോ ക്നൂമാകൾക്ക് അന്തരമോ വ്യത്യാസമോ ഇല്ല. യാതൊരു ക്നൂമായും നാമവും അവന്റെ നിത്യതയിൽ നിന്ന് ചെറുതോ അന്യമോ അല്ല. പിതാവെന്ന് പറഞ്ഞാൽ പുത്രനും റൂഹായും അവനിൽ നിന്നുള്ളവരാകുന്നു. പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവും റൂഹായും അവൻ മൂലമാകുന്നു അറിയപ്പെടുന്നത്. റൂഹ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അവനിൽ പൂർത്തിയായിരിക്കുന്നു. പിതാവ് ജനകനാകുന്നു, ജനിച്ചവനല്ല. ഹല്ലേലൂയ. പുത്രൻ ജനിച്ചവനാകുന്നു, ജനകനല്ല. പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രനിൽ നിന്ന് എടുക്കുന്നവനും പിതാവിന് സമസ്വഭാവിയും തുല്യ നിത്യതയുള്ളവനുമാകുന്നു. പെന്തക്കോസ്ത പെരുന്നാളിൻ്റെ ശുശ്രൂഷ, ഒന്നാമത്തെ ശുശ്രൂഷയുടെ പ്രമേയോനിൽ വായിച്ച ഭാഗമാണ്. പ്രമേയോനിലുള്ള ഭാഗമാണിപ്പോൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ബൈബിൾ എന്ത് പറയുന്നു അത് തന്നെ സഭ പറയുന്നു, സഭ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിൽ വ്യാപരിക്കുന്നതിനോർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മൾ സഭയിൽ അംഗമായിരിക്കുന്നതിന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.